കണ്ണൂരിൽ നിന്ന് രാത്രി പുറപ്പെടാൻ കഴിയില്ല എന്ന് അർച്ചന രേവതിയോട് പറയുന്നു. ടെസ്റ്റ് എന്നും പറഞ്ഞ് ആരുടെ കൂടെ സൂയിക്കാനാണ് നീ പോയത്? രേവതി അർച്ചനയെ കുറ്റപ്പെടുത്തുന്നു. എല്ലാം കഴിഞ്ഞ് ആ വഴിക്ക് മദ്യപിച്ച് മുറിയിലെത്തിയ സുധി അർച്ചനയെ ബലമായി കീഴ്പ്പെടുത്തുന്നു. എന്നും അർച്ചനയുടെ കൂടെ താൻ ഉണ്ടാകുമെന്ന് സുധി അർച്ചനയോട് പറയുന്നു. SP വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അർച്ചനയുടെയും സുധിയുടെയും റൂമിന് മുന്നിലെത്തുന്നു. രാത്രി മഴ തുടരുന്നു. സാർ അവരുടെ റൂമിൻ്റെ മുന്നിലാണ് ഞങ്ങൾ. ശരി സാർ. ഓ എന്താ സാർ ഇപ്പം റെയ്ഡ് വേണ്ടാന്ന്, വെറുതെ ആളെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. വാ. റിലാക്സ്, ഒന്നും സംഭവിച്ചിട്ടില്ല. അളിയെ വിളിച്ചു പറഞ്ഞു, പോലീസ് തിരിച്ചുപോയി. സത്യമാണ് കേട്ടോ. നിന്നോട് ഞാൻ കള്ളം പറയോ? ഒരു വീണ്ടും വിചാരം അളിയനുണ്ടായിട്ടുണ്ട്. നീ വിശ്രമിക്കുക. ക്ഷീണം കൂടുതൽ തോന്നുന്നെങ്കിൽ പറയണം, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട, ആശ്വാസം തോന്നുന്നുണ്ട്. ഏട്ടൻ പൊയ്ക്കോ, ഗീത തനിച്ചല്ലേ. അളിയ, ജയന്തിക്ക് ഇപ്പം നല്ല ആശ്വാസമുണ്ട്. BP കയറിയതാ. പിന്നെ നമ്മൾ തോറ്റുപോയിട്ടൊന്നുമില്ല. ഇത് തോൽവി അല്ലാതെ പിന്നെ എന്താണ് നടരാജ? സൗകര്യത്തിന് അവളെ കയ്യിൽ കിട്ടിയത്. ഇതുപോലൊരു സുവർണാവസരം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ആ പെണ്ണ് ആരാണെന്നോ എന്താണെന്നോ കണ്ടുപിടിക്കാനും പറ്റില്ല. അത് കണ്ടുപിടിക്കാനാണോ പ്രയാസം? ഈ സിറ്റിയിൽ തന്നെയുള്ള ഒരു ലോറി ഡ്രൈവറുടെ മകൾ. നേരെ ഒന്ന് പുലർന്നോട്ടെ. വെറും 3 മണിക്കൂറിനുള്ളിൽ അവൻ ആരാണെന്ന വിവരം അളിയന്റെ കാതിൽ ഞാൻ എത്തിച്ചു തരാം. തൊഴു കയ്യോടെ അവൻ അളിയന്റെ മുന്നിൽ വന്ന് നിൽക്കും. നമ്മൾ എന്താവശ്യപ്പെടുന്നോ അതവൻ അനുസരിക്കും. ഈ ഗെയിം അളിയൻ നടരാജന് വിട്ടേക്ക്. പിന്നെ നന്നായിട്ട് ബീറും കഴിച്ചിട്ടാ സുധി റൂമിലേക്ക് പോയത്. അവനൊന്ന് എൻജോയ് ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ട പെണ്ണിനെയും കൊണ്ട് കണ്ണൂർ വരെ പോയതല്ലേ. നടരാജൻ ചെല്ല്. അപ്പോ നാളെ കാണാം. അളിയൻ ജയന്തിന്റെ അടുത്തേക്ക് ചെല്ല്. ബില്ല് റെഡിയല്ലേ? ബില്ലും ബാലൻസും. ടെസ്റ്റ് എഴുതാൻ വേണ്ടി വന്നതല്ല അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? സാറിനെ അന്വേഷിച്ച് ഇന്നലെ രാത്രി ഒരു പോലീസുകാരൻ ഇവിടെ വന്നിരുന്നു. ആര്? ഇവിടുത്തെ സ്റ്റേഷനിലെ ASI. എന്നിട്ട് രാത്രി SIയും പോലീസുകാരും വന്നു. റേഡിയോ ഞങ്ങൾ പേടിച്ചതാ. എന്നിട്ട് ആരും റൂമിൽ വന്നില്ലല്ലോ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല. റൂമിന്റെ ഡോർ വരെ വന്നിട്ട് അവർ തിരിച്ചു പോയത്. ഈ വിവരം എന്താ എന്നെ അറിയിക്കാതിരുന്നേ? അറിയിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? വേഗം സ്ഥലം വിടാൻ നോക്ക്. ബാഗിങ് എത്താം. കേറിക്കോ. എന്റെ ശരീരത്തിലെ വിറയൽ ഇതുവരെ മാറിയിട്ടില്ല. പോലീസ് റെയ്ഡ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എങ്കിലേ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായേനെ. ഹോട്ടലിൽ താമസിക്കുന്നത് റിസ്ക് ആണെന്ന് ഞാൻ പേടിച്ചത് ഇതുകൊണ്ടാ. ആദ്യം ഒരു പോലീസുകാരനും പിന്നെ പോലീസ് സംഘവും വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പാ, അതിൻ്റെ പിന്നിൽ അച്ഛൻ തന്നെ.
അച്ഛൻ വിവരം അറിഞ്ഞിട്ടുണ്ട്. സുധി, ഇവിടെ വെച്ച് ആരോ എന്നെ കണ്ടിട്ടുണ്ട്. കൂടെ ഒരു പെണ്ണുള്ള വിവരവും അച്ഛൻ്റെ കാതിലെത്തിയിട്ടുണ്ടാവും. ചതിച്ചോ ദൈവമേ. അർച്ചന എന്തിനാ ടെൻഷനാവുന്നത്? തന്നെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. പോലീസ് വന്നിട്ട് എന്തുകൊണ്ട് മടങ്ങിപ്പോയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഭാഗ്യമാണെന്ന് വിചാരിക്കുക. നമ്മൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലും കോടതിയിലും ഹാജരാക്കിയാലുള്ള സ്ഥിതി ഒന്ന് ഓർത്തു നോക്ക്. എവിടെ ഹാജരാക്കിയാലും തൻ്റെ കൂടെ ഞാനില്ലേ? സുധിക്ക് അത് പറയാം. എന്റെ വീട്ടിലെ കാര്യം എനിക്കല്ലേ അറിയൂ. ആദ്യം റെയ്ഡ് ചെയ്യാൻ ഉത്തരവിട്ടതും പിന്നെ വേണ്ടെന്ന് വെച്ചതും അച്ഛൻ തന്നെയാണ്. ആ മനംമാറ്റത്തിന് പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. വീട്ടിലേക്ക് ചെന്ന് കയറുന്നതോർത്തുള്ള പെടച്ചില്ല എന്റെ മനസ്സിൽ. രേവതി കുത്തി നോവിക്കാൻ പറഞ്ഞതാണെങ്കിലും ഇപ്പൊ അതെല്ലാം സത്യമായില്ല. അർച്ചന ഓരോന്നോർത്ത് വിഷമിക്കരുത്. തനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. സുധിക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സിൽ ഒരു പരിഭവം ഉണ്ടാവില്ല. ഒരു ജോലിയാണ് എന്റെ ലക്ഷ്യം. രേവതിയുടെ വിവാഹം നടത്തണം. അമ്പിളി ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് ചേർത്ത് പഠിപ്പിക്കണം. ഇതൊക്കെ നടക്കാൻ കുറേ സമയമെടുക്കും. ആയിക്കോട്ടെ. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഒരു പ്രപ്പോസലുമായിട്ട് ഞാൻ വരത്തില്ല. സുധിക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. സുധിയുടെ ജീവിതത്തിൽ ഞാനൊരു തടസ്സമാവില്ല. ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും സുധി അന്വേഷിച്ച് ഞാൻ വരില്ല. തനിക്കതിന് കഴിയൂ? ഇന്നലെ നീ എവിടെയായിരുന്നു? 3-4 ദിവസം ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ഇന്ന് രാവിലെ തിരിച്ചെത്തിയത്. വിവരങ്ങളൊക്കെ നടരാജൻ പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞു. സുധിയുടെ ഒളിച്ചുകളി നീ കൂടി അറിഞ്ഞിട്ടാണോ എന്ന് അളിയനൊരു സംശയമുണ്ട്. അത് അളിയൻ തന്നെ നേരിട്ട് അവനോട് ചോദിക്കേ. അതാ വന്നു കയറിയ ഉടനെ ഞാൻ ഇവനെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നത്. അവൻ നിന്നോട് എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ മോനെ? സുധി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആൻറ്റി വിശ്വസിക്കേ. അവൻ ഇങ്ങനൊരു നീക്കത്തിന് തുനിഞ്ഞാൽ ഞാൻ തടയില്ലേ? അതിന്റെ ഭവിഷ്യത്ത് എനിക്കറിയില്ലേ? നിങ്ങൾ തമ്മിലുള്ള അടുപ്പൊക്കെ എനിക്കറിയാം. ഞാനും നടരാജനും തമ്മിൽ എങ്ങനെയോ അതുപോലെയാ നീയും സുധിയും തമ്മിൽ. പക്ഷേ ഞങ്ങളിൽ ഒരാൾ വഴിതെറ്റിപ്പോയാൽ മറ്റേയാൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, തിരുത്തിക്കൊണ്ടുവരും. അങ്കിളെന്നെ സംശയിക്കാണോ? സുധിക്ക് ആ പെണ്ണുമായുള്ള അടുപ്പം നിനക്കറിയാം. നീ അത് മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു. എന്റെ മുഖത്ത് നോക്കി അറിയില്ലെന്ന് പറയാൻ പറ്റൂടാ നിനക്ക്? നീ അത് സീരിയസ് ആയി കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം മോനെ. എന്തിനല്ലെന്ന് പറയണം, അവനറിയാം. അങ്കിളെ, അത് നീ കൂടുതലൊന്നും വിശദീകരിക്കണമെന്നില്ല. ഈ ഒരു ആപൽഘട്ടത്തിൽ ഈ കുടുംബത്തോടൊപ്പം നിൽക്കാൻ നീ തയ്യാറാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിനക്കറിയാവുന്ന കാര്യം നീ പറയടാ. ഒരു കുട്ടിയോട് താല്പര്യമുണ്ടെന്ന് സുധി സൂചിപ്പിച്ചിട്ടുണ്ട്. ആന്റിയോടത് പറഞ്ഞെന്നും പറഞ്ഞു. നീ അവളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കുട്ടിയാ. അവൾ ഈ സിറ്റിയിലേക്ക് വന്നപ്പോൾ സുധി ഇടപെട്ട ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ജോലി വാങ്ങിക്കൊടുത്തത്. എന്താ അവളുടെ പേര്? അർച്ചന. അവളുടെ അച്ഛൻ ലോറി ഡ്രൈവറാണല്ലേ? അല്ല. പിന്നെ? അറിയാവുന്ന കാര്യങ്ങൾ പറ മോനെ. ശരിക്കും പറഞ്ഞാൽ അവളൊരു ഓർഫനാ. അവളുടെ അച്ഛൻ ഒരു ക്രിസ്ത്യനാ. അമ്മ അയാൾക്കൊപ്പം ഇറങ്ങിപ്പോയതാ. ഒറ്റ മകൾ അർച്ചന. കുറെ കാലം മുമ്പ് ഒരു പുഴയിൽ വീണ് 2 പേരും മരിച്ചു. അവളുടെ അമ്മയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാ അച്ഛനും മരിച്ചത്. അവളുടെ ഇളയമ്മ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർക്ക് 2 പെൺമക്കളുണ്ട്. ഒരു വാടക വീട്ടിൽ അവർ താമസിക്കുന്നത്. കൊള്ളാം. മകൻ കണ്ടെത്തിയ പെണ്ണ്. നിനക്ക് തൃപ്തിയായില്ലേ ജയന്തി? വിളക്ക് കൊളുത്തി സ്വീകരിക്കാൻ യോജിച്ച മരുമകൾ. ആ ലോറി ഡ്രൈവറുടെ പേര് നിനക്കറിയോ? അറിയില്ല ചാ. അവരെവിടെ താമസിക്കുന്നേ?
സുധി അതൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. ഇനി കാര്യങ്ങൾ എളുപ്പമാണ് അളിയ. ഈസി ആയിട്ട് പിഴുത് കളയാവുന്നതേ ഉള്ളൂ. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? അതിന് വൈകിയില്ലല്ലോ. ഏറിയ 15 മിനിറ്റ്. അതൊരു കുറഞ്ഞ സമയമാണോ? എനിക്ക് പേടിയാ സുധി. ഇനി എന്നെ കാറിലിരുത്തിയിട്ട് പോകരുത്. ഇല്ലെന്നേ. എവിടേക്കാ പോയത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. താൻ പാടോ. ഇതൊരു ക്ഷേത്രമല്ലേ? അതെ. എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്ന്? ക്ഷേത്രത്തിലേക്ക് എല്ലാരും വരുന്നത് എന്തിനാ? തൊഴാനാണെങ്കിൽ നടയടച്ചു. ഈ പരിസരത്ത് പോലും ആരുമില്ല. ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നട തുറന്നു വെക്കേണ്ട കാര്യമുണ്ടോ? അതിന് പൂജാരിയും വേണ്ട, ഭക്തരും വേണ്ട. ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല സമയം ഇത്. താൻ വാ. അതെ, വേറെ ആരും വേണ്ട. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന മാത്രം ദൈവം കേട്ടാൽ മതി. ഫലമുണ്ടാവും. തമാശ പറയരുത് സുധി. ഇത് തമാശയല്ല, വാസ്തവം. ഇനിയൊന്ന് കണ്ണു തുറന്നേ. എന്താ സുധി ഇത്? മനസ്സിലായില്ലേ? ഇത് വേണ്ട സുധി. വേണം. ഈശ്വരന്റെ മുമ്പിലാ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈശ്വരൻ മാത്രമാണ് സാക്ഷി. ഇതിനായിരുന്നല്ലേ എന്നെ കാറിലിരുത്തി പോയത്? ഇപ്പൊ സുധി ചെയ്തത് എന്താന്ന് വല്ല ബോധമുണ്ടോ? നീ ഇപ്പൊ എന്റെ ഭാര്യയെ കൈ പിടിച്ച് നിന്നിപ്പോ എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകില്ല. ഈ താലി നിന്റെ കടമകൾക്കൊരു തടസ്സമാവില്ല. പക്ഷെ ഇതൊരു ഉറപ്പിന്, ജീവിതകാലം മുഴുവനുള്ള ഉറപ്പിന്. നീ എന്റെ ഭാര്യയാണെന്നും ഞാൻ നിന്റെ ഭർത്താവുമാണെന്നുള്ള വിശ്വാസത്തിന്. അതിനിത് വേണോ അർച്ചന? അമ്മേ, നേരെ ഇത്രയായിട്ടും അച്ചുവേച്ചിയെ കാണുന്നില്ലല്ലോ. വെളുപ്പിനെയുള്ള ഏതെങ്കിലും ട്രെയിനിൽ കയറിയിരുന്നെങ്കിൽ എത്തേണ്ട സമയമായല്ലോ. ആ, എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ അമ്മേ. താമസിക്കുമ്പോ അവക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? വെറുതെ മനുഷ്യനെ തീതീറ്റിക്കാൻ. അച്ചുവേച്ചി വിളിച്ചിട്ടുണ്ടാവും. രേവതിയേച്ചി അത് പറയാത്തതാ.
അവളുടെ കയ്യിലല്ലേ ഫോണുള്ളൂ. തയ്യക്കടയിൽ പോയിട്ട് അവളെയും കാണുന്നില്ലല്ലോ. രേവതി വന്നെങ്കിൽ അർച്ചനെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യായിരുന്നു. അച്ഛൻ വരുന്നതിന് മുമ്പ് അച്ചുവേച്ചി ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. രേവതി ചേച്ചി അച്ഛന്റെ കാതി കുത്തിക്കയറ്റിയത് എന്തൊക്കെയാന്ന് അച്ഛൻ വരുമ്പോ അറിയാം. ഒരു ലഹള ഉണ്ടാകും, അതുറപ്പാ. ആ തല്ലുവോ കൊല്ലുവോ എന്തു വേണേലും ചെയ്തോട്ടെ. അവക്ക് ആ ടെസ്റ്റ് എഴുതാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം. രാപകലില്ലാതെ പഠിച്ചിട്ട് പ്രയോജനമില്ലാതെ പോയില്ലല്ലോ. ഇറങ്ങുന്നില്ലേ? അതോ വീടിന് മുമ്പിൽ കൊണ്ട് വിടണോ? സുധി അതും ചെയ്യും, എനിക്കറിയാം. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ ഇനി അർച്ചനയ്ക്ക് കഴിയില്ല. ഒരു ഭാര്യയെ സംബന്ധിച്ച് താലിമാല കഴുത്തിൽ വേണമെന്നില്ല, അത് മനസ്സിൽ മതി. ആരും ഒന്നും അറിയണ്ട. അർച്ചനത് ബാഗിൽ വെച്ചോളൂ. വിഷമിക്കരുത്. കൂടെ ഞാനുണ്ടെന്ന ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണം. വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ ഞാൻ അർച്ചനെ കൂട്ടിക്കൊണ്ടു പോകും. ഒരു രാത്രി എൻ്റെ ഒപ്പം കഴിഞ്ഞ പെണ്ണിനെ തള്ളിക്കളയാൻ അവരിനി പറയില്ല. ഞാൻ ഇറങ്ങട്ടെ. അർച്ചന, എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. അമ്മേ, അച്ഛൻ വരുന്നുണ്ട്. എന്റെ ഈശ്വര, അച്ഛനോട് എന്തു പറയും അമ്മേ? അച്ചുവെച്ച് വന്നിട്ടായിരുന്നെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടായേനെ. സന്തോഷമായി. എന്റെ പ്രാർത്ഥന ഫലിച്ചു. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേടി? എണ്ണ ഒഴിക്കാൻ മാത്രമല്ല, വീശി കൊടുത്ത് ആളെ കത്തിക്കുകയും ചെയ്യും. അച്ഛാ, പോയവളെ പറ്റി വല്ല വിവരം ഉണ്ടോടി? ഇതുവരെയായിട്ട് ഒരു വിവരവും ഇല്ല. ദേ വരുന്നുണ്ട് അച്ഛാ. നിൽക്കടിയോടെ. എന്താ ഇത്? നീ മിണ്ടരുത്. ബാഗും തൂക്കി നീ ഇറങ്ങിയത് എവിടേക്കാടി?
ചോദിച്ചത് കേട്ടില്ലടി. 2 രാത്രിയും 2 പകലും നീ എവിടെയായിരുന്നു എന്ന് പറയടി. ആരുടെ കൂടെ ആയിരുന്നു കൂടി ചോദിക്കച്ചാ. കള്ളക്കണ്ണീരുമായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ പേരും കള്ളി. എന്താടി നിന്റെ നാവറങ്ങിപ്പോയോ? അത് ചിറ്റപ്പ ടെസ്റ്റ് എഴുതാൻ. ആരോട് ചോദിച്ചിട്ടാടി നീ ഈ വീടിന്റെ പടി ഇറങ്ങി പോയത്? അത് അവക്ക് അനുവാദം കൊടുത്തത് ഞാനാ. ചൂലേ, അനുവാദം കൊടുക്കാൻ നീ ആരാടി? ഇത്രയും ദൂരത്ത് ഇവിടെ ആരുടെ കൂടെ പോയതെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? പറയടി. നല്ല നിശ്ചയമുണ്ടായിട്ടാ ഞാൻ അവളെ അയച്ചത്. അവിടെ കൂടെ കമ്പ്യൂട്ടർ സെന്ററിൽ ജോലിയുള്ള ഒരു പെങ്കൊച്ചും അതിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവള് പറഞ്ഞ അറിവേ അമ്മയ്ക്കുള്ളൂ. അങ്ങനെ ഒരു കൂട്ടുകാരി ഉണ്ടോന്ന് ആർക്കറിയാം? പോകുന്നതിന്റെ അന്ന് വൈകുന്നേരം വരെ ഇവളും അമ്മയും എന്നോടത് പറഞ്ഞില്ല. നിന്റെ ആ കൂട്ടുകാരി ഏതാടി? വിളിക്കടി അവളെ. കണ്ടില്ലേ അവള് നിന്ന് പരിങ്ങുന്നത്? നീ അവളെ വിളിക്കടി. എന്നിട്ട് ഫോൺ അച്ഛന്റെ കയ്യിൽ കൊടുക്ക. വിളിച്ചു കൊടുക്കുമോളെ, സംശയം തീരട്ടെ. അവള് വിളിക്കില്ല അച്ഛാ. അങ്ങനെ ഒരു കൂട്ടുകാരി ഉണ്ടായിട്ട് വേണ്ടേ? അമ്മ വിശ്വസിച്ച് പറഞ്ഞയച്ചത് ആരുടെ കൂടെയാണെന്ന് ചോദിക്കൂ. ഇവള് ടെസ്റ്റ് എന്ന് പറഞ്ഞു പോയതേ പച്ച കള്ളവാ. നശിക്കലിറങ്ങി തിരിച്ചാണ് കരുതി. ഈ വീട്ടിൽ 2 പെൺകുട്ടികളുള്ള കാര്യം കൂടി നീ ഓർത്തില്ലോടി? നശിക്കാനാണെങ്കിൽ എന്തിനാണ് നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇവിടെ പടിക്ക് പുറത്തിറക്കരുതെന്ന് പറഞ്ഞതല്ലേടി ഞാൻ. നിന്നെ കൊണ്ടുപോയവൻ ആരാടി? എനിക്കിത് അറിയണം. ഇന്ന് തന്നെ നിന്നെ അവന്റെ മുന്നിൽ എത്തിക്കണം എനിക്ക്. അങ്ങനെ ഒരുത്തന്റെ കൂടെയാ പോയതെങ്കിലേ ഇവളിങ്ങോട്ട് വരുവോ? തള്ളയുടെ വഴിക്ക് നീയും പോകുമെന്ന് എനിക്കറിയായിരുന്നു. പറ, ആരുടെ കൂടെയാ നീ പോയത്? നിന്നെ കൊണ്ട് ഞാൻ പറയിക്കൂടി. എന്റെ മക്കള് നിന്നെ കണ്ട് പഠിക്കരുത്. ഇനി ഒരു നിമിഷം എവിടെ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇപ്പൊ ഇറങ്ങണം നീ. എന്തൊക്കെ ഈ പറയുന്നത്? പിന്നെ എന്തു പറയണോടി? നാളെ ഓരോരുത്തന്മാര് വണ്ടിയും കൂടി വീടിന്റെ മുറ്റത്ത് വരും. എവിടെ ഒരുക്കി ഇറക്കണം നിനക്ക്? പറയടി. നിന്റേതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് ഇറങ്ങി പോടി നശിപ്പിച്ചവളെ. നീ ആരുടെ കൂടെയാ പോയെന്ന് പറ. സുജിയുടെ കൂടെ അല്ലേ നീ പോയത്? ഇവള് വാ തുറക്കുന്ന ആരും കരുതണ്ട. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലടി. നീ ഇറങ്ങി പോകുന്നോ അതോ നിന്നെ ഞാൻ വലിച്ചിറക്കി വിടണോ? ഞാൻ പൊയ്ക്കോളാം. ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ കഴിയാൻ ചിറ്റപ്പൻ എന്നെ അനുവദിക്കണം. ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം നിന്നെ ഞാൻ എന്റെ വീട്ടിൽ നിർത്തില്ല. 2 പെൺമക്കാടി എനിക്ക് വലുത് എന്റെ മക്കളുടെ ഭാവിയാ. നിന്റെ കൂടെ സഹവസിച്ച ഇവരും നശിച്ചു പോവും. കടൽ പോടി ഇവിടുന്ന്. Yeah.